ഹലോ ഗായ്സ് നസ്രാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മളതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് അത് കഴുകിയിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്യാനാണ് പോണത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറുതായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അങ്ങനെ നമ്മളിതാ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മട്ടൻ മസാല ചേർക്കുന്നുണ്ട്. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് ചെറുനാരകം കൂടി പിഴിയുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമ്മളൊന്ന് കുഴച്ചെടുക്കണം. അത് കഴിഞ്ഞ് നമ്മളത് അടച്ച് വെക്കാം കേട്ടോ. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് പൊരിച്ചെടുത്താൽ മതി. അതിന് മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളൊരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേന അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്യണം. അതൊന്ന് നിറയാൻ വേണ്ടിയിട്ടാണ്. നിറഞ്ഞ് കിട്ടിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഗൈസ്. അപ്പോൾ അതുപോലെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമ്മുടെ ചേന പൊരിച്ചത് ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇങ്ങനെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. മിക്ക ആൾക്കാർക്കും ഇതറിയാം, പല ആൾക്കാർക്കും ഇത് അറിയത്തില്ല. അപ്പം എല്ലാവരും അറിയാത്തവരോടാണെന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചേന പൊരിച്ചത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.